നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തിയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച മീൻ ലോറി ബസ്സിന് മുൻവശത്തിടിച്ച അപകടം. ഞായറാഴ്ച രാവിലെ 8 ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. ചെറുതുരുത്തിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ ലോറിയുടെ പിൻവശം ബസ് ഡ്രൈവർ ഇരിക്കുന്നതിന് സമീപത്തായി തട്ടുകയായിരുന്നു. ബസ് നിയന്ത്രിച്ചു നിർത്താനായതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ ബസ്സിലെ യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റു. പാഞ്ഞാൾ കിള്ളിമംഗലം കുളമ്പിൽ കാട്ടുപന്നിയെ വേട്ടയാടി പാചകം ചെയ്യാൻ ശ്രമിച്ച കേസിലെ 3 പ്രതികളിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കിള്ളിമംഗലം കാങ്കലാത്ത് വീട്ടിൽ KR രാജേഷ്, കിള്ളിമംഗലം ലക്ഷം വീട് കോളനി ചക്കുംപറമ്പ് വീട്ടിൽ ഷെഫീഖ് എന്നിവരെയാണ് മായന്നൂർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M വിജയപ്രസാദും സംഘവും അറസ്റ്റ് ചെയ്തത്. കുളമ്പ് കാവും പറമ്പിൽ ശ്രീജേഷ് എന്ന കണ്ണനാണ് ഓടി രക്ഷപ്പെട്ടത്. ഇയാൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ഒരു സ്കൂട്ടറും പ്രതികളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ CL സാജു, ഓഫീസർമാരായ R ദിനേശൻ, P ഹരീഷ്, K സുനിത, MR ജിതിൻ രാജ്, P ശശികുമാർ തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. വളാഞ്ചേരി വെണ്ടലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ മാസം 11-നാണ് വെണ്ടലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത്. 10,000 രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ ഇരുമ്പിളിയം മങ്കേരി സ്വദേശി കബീർ എന്ന മാതാ കബീർ, പൊന്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവരാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വളാഞ്ചേരി SI അമീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയത്. കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഭാരതപ്പുഴയിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം NSS കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ സഹകരണത്തോടെയായിരുന്നു വെള്ളിയാങ്കലിൽ ഭാരതപ്പുഴ ശുചീകരിച്ചത്. അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി വെള്ളിയാങ്കലിൽ എത്തിച്ചേരുന്നത്. ഇവിടെയാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് സാമൂഹ്യവിരുദ്ധർ എറിഞ്ഞുടച്ച മദ്യക്കുപ്പികളും മറ്റു മാലിന്യങ്ങളും. ഇവയാണ് കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം NSS കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ സഹകരണത്തോടെ ശുചീകരിച്ചത്. പുഴമണലിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുപ്പിച്ചില്ലുകളും തരംതിരിച്ചായിരുന്നു ചാക്കുകണക്കിന് മാലിന്യം നീക്കം ചെയ്തത്. ഇവ പിന്നീട് പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ മിനി MCFൽ എത്തിച്ചു. വെള്ളിയാങ്കല് പൈതൃക പാർക്കിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഭാരതപ്പുഴ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഭാരതപ്പുഴ ഒരു 10-30 വർഷം മുമ്പ് ഒരുപക്ഷെ മണൽത്തരികളെ കൊണ്ട് വളരെ സുന്ദരമായിരുന്നു. ഒരു പുൽപ്പടി പോലും പുഴയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പുഴയിലേക്ക് നോക്കുമ്പോൾ മണൽത്തരി അല്ല കാണുന്നത്, കാടാണോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്ന് ഭാരതപ്പുഴയുടെ അവസ്ഥ കാണുന്നത്. വളരെ സങ്കടകരമാണ്. തൃത്താല SHO TV സജിത് കുമാർ, എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് എന്നിവർ മുഖ്യാതിഥികളായി. വായനശാല പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NSS കോർഡിനേറ്റർമാരായ പ്രഭ ടീച്ചർ, ഡോക്ടർ P ജയകൃഷ്ണൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗമായ സൽമ ടീച്ചർ, മനോജ് പുലാശ്ശേരി, ഹസീന ടീച്ചർ, അലി കുമരനെല്ലൂർ, മുഹമ്മദ് ഹസൻ, ലൈബ്രറിയൻ സുധീപനേങ്കാവിൽ തുടങ്ങിയവർ സന്നിഹിതരായി. വായനശാല സെക്രട്ടറി ഷാനിബ ടീച്ചർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം P രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. NSS കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു. CCTV ന്യൂസ് തൃത്താല. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ജനറൽ ബോഡി യോഗം പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി പിഷാരടി ഹാളിലാണ് യോഗം ചേർന്നത്. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ 15ാമത് ആനുവൽ ജനറൽ ബോഡി യോഗമാണ് പട്ടാമ്പി പിഷാരടി ഹാളിൽ വെച്ച് നടത്തിയത്. പ്രൊഫസർ വെങ്കിടാചലപതി സ്വാമി യോഗം ഉദ്ഘാടനം ചെയ്തു. So we, the organization, has to take some initiation to protect these vulnerable groups like children, women and disabled persons. This was the of motto where our Asian Human Rights Organization has made so much efforts and making so much efforts with the initiations to give much emphasis for the implementation process. K. Mohandas അധ്യക്ഷനായിരുന്നു.
ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ, മേലാറ്റൂർ രവിവർമ്മ, അഡ്വക്കേറ്റ് കെ രാഗേഷ്, കെ ടി അംസ, യാസർ, സേതു മാധവൻ, കെ മരുതാചലം, അബ്ദുൽ കലാം, ഷാനവാസ് പൊന്നാനി, സുനിത സുകുമാരൻ, സി എ ഫാറൂഖ്, വി റാസിൽ, സുരേഷ്, ഉണ്ണിയൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത്. നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്നതിനെ സംബന്ധിച്ച് കർഷകർക്കായാണ് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും ഫാക്റ്റും സംയുക്തമായാണ് RARS വെച്ച് കാർഷിക സെമിനാർ നടത്തിയത്. പട്ടാമ്പി RARS മേധാവി ഡോക്ടർ പി രാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു കൃഷിയുടെയും അതുപോലെ തന്നെ നമ്മുടെയും ജീവജാലങ്ങളുടെയും കൃഷി ക്രോപ്പ് പ്ലാന്റ്സിന്റെയും വിളകളല്ലാത്ത ചെടികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പൊ നമുക്കറിയാം, മണ്ണ് സംരക്ഷിക്കേണ്ടതും മണ്ണിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും, കൃഷിക്കാരുടെയും കർഷകരുടെയും മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ. അത് നമ്മുടെ ഈ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണത്. ഫാക്ട് സോണൽ ഡയറക്ടർ ശിവചന്ദ്രൻ, അമൽ, ഡോക്ടർ സുമിയ, ഡോക്ടർ വി തുളസി, ഡോക്ടർ പി മൂസ, അരുൺ താഴത്ത്, കെ പ്രവീണ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷുമായി വ്യാപാരികൾ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂറ്റനാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, മണ്ഡലം സെക്രട്ടറി മുജീബ്, സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, മണ്ഡലം ട്രഷറർ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ആനക്കരയിൽ ഇപ്പോൾ ഒരു റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു പ്രവർത്തനം ഇപ്പോൾ അവിടുത്തെ വ്യാപാരികൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള, പെട്ടെന്ന് അത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമ്മളതൊക്കെ സഹകരിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷെ ആനക്കര ടു കണ്ടറകം റോഡ്, അതാണ് കാലടി റോഡ്, അതിന്റെ ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ടൗൺ നവീകരണങ്ങൾ വരുന്നുണ്ട്. കുട്ടനാട് കുമ്പിടിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും അതിൽ കച്ചവടം ചെയ്യുന്ന ഒഴിവാക്കപ്പെടുന്ന വ്യാപാരികളെ കാര്യം പ്രശ്നമാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമോർ ബസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥന നടന്നു. ഞായറാഴ്ച രാവിലെ ഹൈറേഞ്ച് മേഖലയുടെ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവുമുണ്ടായി. മുത്തുകുടയേന്തിയും ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ബാവയെ എതിരേറ്റതിനെ അനുസ്മരിച്ച് പുലിക്കോട്ടിൽ റോക്കി വിൽസൺ കുത്തുവിളക്കേന്തി റാസയെ എതിരേറ്റു. പ്രദക്ഷിണം കടന്നുപോകുന്ന വഴികളിലെ വിശ്വാസികളെ വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ആശീർവദിച്ചു. കുരിശു തൊട്ടികളിൽ പ്രാർത്ഥനയും നടത്തി. പള്ളി കൊയറംഗങ്ങളെ മെത്രാപ്പൊലീത്ത ആദരിച്ചു. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന എൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പള്ളിമണികൾ അടിച്ച് മെത്രാപ്പൊലീത്ത പേടകത്തിൽ നിന്നും പുറത്തെടുത്തു. ധൂപപ്രാർത്ഥനയും ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ വണങ്ങി. പാച്ചോർ നേർച്ചയും നേർച്ച സദ്യയുമുണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പുരസ്കാരം. ശനിയാഴ്ച നടന്ന SFA ജില്ലാ സമ്മേളന വേദിയിൽ മന്ത്രി MB രാജേഷിൽ നിന്നും CSA ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. CSA ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ബിജു കടവാരത്ത് തുടങ്ങിയ പ്രവർത്തകർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മുരേമ്പറമ്പത്ത്കാവ് ക്ഷേത്ര മൈതാനത്ത് മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് ഒരുക്കിയത്. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 100 പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയോടെയാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. ഒരു മാസക്കാലം ആയിരക്കണക്കിന് കായികപ്രേമികളാണ് ചാലിശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയത്.
ടൂർണമെന്റിൽ നിന്നു ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് സംഘാടകർ വിനിയോഗിച്ചത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന, ദേശീയ താരങ്ങളടങ്ങിയ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ 26 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കളി കാണാൻ സ്ത്രീകൾക്കായി ഗാലറിയിൽ പ്രത്യേക ഇരിപ്പിടം, 2 ആംബുലൻസ്, ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീം, കൂടാതെ 1 കോടി രൂപയ്ക്ക് ടൂർണമെന്റ് ഇൻഷുറൻസും ചെയ്തിരുന്നു. ചെയർമാൻ വി ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ, ബിജു കടവാരത്ത്, TK മണികണ്ഠൻ, ഗോപിനാഥ് പാലഞ്ചേരി, വാസുണ്ണി പട്ടാഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, സെക്രട്ടറി SP വാഹിദ് കുപ്പൂത്ത്, ട്രഷറർ P കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ വിമുക്തി ക്ലാസും സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യബോർഡ് ചെയർമാൻ ബഷീർ കൂട്ടായി അധ്യക്ഷനായി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, അബ്ദുൾ മജീദ്, സമീർ ഖാൻ, കുഞ്ഞു മുഹമ്മദ്, സ്വാമി ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേക അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി കൂടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് വ്യാപകമായി സംഘടിപ്പിക്കുന്നതിന് ബോർഡിന്റെ ചെയർമാനെയും പ്രത്യേക അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അത് എക്സൈസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായകരമായി തീരും. കാരണം ഇത്രയും ആളുകളിലേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിക്കാൻ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഈ മാലിന്യമുക്ത ബോധവൽക്കരണത്തിന് കൂടി ബോർഡ് മുൻകൈ എടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ചെയർമാനെ ശ്രദ്ധപ്പെടുത്തി, ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോഴും ശ്രദ്ധപ്പെടുത്തി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വിഹിതം നീക്കിവെക്കുന്നതിൽ ഉപേക്ഷ നിർത്തുന്നത് അത് ഗൗരവമായി പരിശോധിക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും വാർഷികാഘോഷവും പട്ടാമ്പിയിൽ നടന്നു. അഡ്വക്കേറ്റ് V പത്മനാഭൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ കൂട്ടായ്മയായ സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 4ാം വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവുമാണ് പട്ടാമ്പി ലയൺസ് ഭവനിൽ വെച്ച് നടത്തിയത്. അഡ്വക്കേറ്റ് VP പത്മനാഭൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുക, സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്. ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരർഹിക്കുന്ന പരിഗണന കിട്ടണം, എല്ലാവരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണം, എല്ലാവർക്കും നമ്മുടെ സംവിധാനത്തിൽ വിശ്വാസം വേണം. നമുക്കൊരു സംവിധാനത്തിൽ വിശ്വാസം വരിക എപ്പോഴാണ്? അതിൽ നമ്മൾക്ക് പങ്കാളിത്തം ഉണ്ടാവുമ്പോൾ, അത് നമ്മളെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ, അത് എൻ്റേത് കൂടിയാണ് എന്ന ഉറച്ച ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുമ്പോഴാണ് നമ്മളുടേതാണത്, അതിനുവേണ്ടി ഞാനും അധ്വാനിക്കണം, അത് എൻ്റെ കാര്യങ്ങളും നോക്കും. വിജയൻ ചാത്തന്നൂർ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ഷൊർണൂർ രവി, ഇർഷാദ് അഹമ്മദ് മൂസ, മനോജ്, VC സന്തോഷ്, കണ്ണൻ വിശ്വമിത്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖർക്ക് സ്നേഹാദരവും നൽകി. പുരസ്കാര സമർപ്പണം, ആദരിക്കൽ എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് പട്ടാമ്പി ലയൺസ് ക്ലബ്ബിലെ K മനോജ് അർഹനായി. പട്ടാമ്പി ലയൺസ് ഭവനിൽ വെച്ച് നടന്ന സംഘകലാവേദിയുടെ വാർഷികാഘോഷത്തിൽ അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭനിൽ നിന്ന് K മനോജ് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രശസ്തി പത്രം, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശില്പം തുടങ്ങിയവയാണ് അവാർഡ്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എന്ന നിലയിൽ K മനോജ് സമൂഹത്തിനു നൽകിയ നിരവധി സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ബഹുമതി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.